എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ജനക്ഷേമ പ്രവർത്തനങ്ങളും ബദലുകളും കേരളത്തിലെ സർക്കാരിന്റെ ശ്രദ്ധേയമായ ഇടപെടലുകളായി പൊതുവെ നമ്മുടെ രാജ്യം വിലയിരുത്തുകയാണ്. ഇന്ത്യയിൽ 60 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ 4 ലക്ഷത്തിലധികം പേർക്ക് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നമ്മുടെ കേരളത്തിലാണ്. തുടങ്ങിയ ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണ്. ഇതോടൊപ്പം ജനങ്ങൾ സർക്കാർ ഓഫീസുകളിൽ പോയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താലൂക്ക് അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്ന് നിശ്ചയിക്കുകയും 2023 മാർച്ച് ഏപ്രിൽ മാസം കേരളത്തിൽ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് താലൂക്ക് അദാലത്തുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ മലപ്പുറം ജില്ലയിൽ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാനോടൊപ്പം ഞാനും താലൂക്ക് അദാലത്തുകളിൽ നിന്ന് പങ്കെടുത്തിരുന്നു. വലിയ നിലയിലേക്കുള്ള ഫലമാണ് 2023 താലൂക്ക് അദാലത്തുകളിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പിന്നെ ലോകത്ത് തന്നെ ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോയത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും 140 നിയമസഭാ മണ്ഡലങ്ങളിലും ബസ്സിലൂടെ സഞ്ചരിച്ച നവകേരള സദസ്സ് ജനങ്ങളെ കേൾക്കാനായി. സർക്കാരിന് ജനങ്ങളോട് പറയാനുള്ളത് പറയാനുമായി. അതും വലിയ മാതൃക സൃഷ്ടിച്ചു. ഇപ്പൊ വീണ്ടും താലൂക്ക് അദാലത്തുകൾ 1.5 വർഷത്തിന് ശേഷം സംഘടിപ്പിക്കുമ്പോൾ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള മാനദണ്ഡം ഈ തവണ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം നിരസിക്കൽ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടതും, വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതും, ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ, ബന്ധപ്പെട്ട മറ്റാവശ്യങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, മാലിന്യ സംസ്കരണം, പൊതു ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും, റേഷൻ കാർഡ്, ചികിത്സാ കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും, വിള ഇൻഷുറൻസ്, പരിഹാരം, സഹായം, ആയുഷ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വ്യവസായ അനുമതി, ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വന്യജീവി അക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, നഷ്ടപരിഹാരം, വിവിധ സ്കോളർഷിപ്പുകൾ സംരക്ഷിച്ചുള്ള പരാതികൾ, അപേക്ഷകൾ, തണ്ണീർത്തട സംരക്ഷണ, അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, ഇങ്ങനെ ഒരു പരിഗണനാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നേരത്തെ തന്നെ പരാതി സ്വീകരിച്ചു. ആ പരാതിയുടെ മുകളിൽ 2 ടേബിളുകൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ഞാനും ഇരുന്നു കൊണ്ട് ഓരോ പരാതികളും കേൾക്കുക എന്നുള്ളത്, അത് കേൾക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത്. ഇതോടൊപ്പം പുതിയ അപേക്ഷകൾ സ്വാഭാവികമായിട്ടും വരുന്നു. പുതിയ അപേക്ഷകൾ വരുന്നവരെ തിരിച്ചയക്കുന്ന നിലപാടല്ല സർക്കാർ. ആ അപേക്ഷകൾ 100 വാങ്ങി വെച്ചു അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള സംവിധാനം വേറെ ഒരുക്കുന്നുണ്ട്. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ.
ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.